നാപ്പതിനായിരുന്നു. സൗണ്ട് കേട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരാൾ കുഴി കിടപ്പുണ്ട്. പിന്നെ അടുത്തുള്ള രണ്ട് മൂന്ന് പേരും കൂടെ വന്നായിരുന്നു. മൂന്നാല് പേര് കൂടി അപ്പോൾ വേറെ ഒരു മണ്ണപ്പുറത്തുള്ള ഒരു കാർ ഇവിടെ കൊണ്ട് നിർത്തി. പുള്ളിയുടെ കാറിലാണ് ഞങ്ങൾ മൂന്നാല് പേര് കൂടി മുതൽക്കോട് ഹോസ്പിറ്റലിൽ എത്തിച്ച് 5 മിനിറ്റ് ആയില്ല. ഡോക്ടർ പറഞ്ഞു ആള് ജീവൻ പോയി, രക്ഷയില്ലാന്ന് പറഞ്ഞു. സാരമായി പരിക്കേറ്റിരുന്നു. മുഖത്ത് നന്നായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. ബ്ലഡ് ഉണ്ടായിരുന്നു മുഖത്ത്, തല ഇടിച്ചിട്ട്. ഇവിടെ നിരന്തരം അപകടം ഉണ്ടാകാറുള്ളതെന്ന് പറഞ്ഞു. അപകടം ഇത് തൊടുപുഴയ്ക്ക് സമീപം മുതലക്കുടം മാവുഞ്ചുവിട് ഇന്നലെ രാത്രിയിലുണ്ടായ അപകടത്തിൽ ഒരു ചെറുപ്പക്കാരന്റെ മരണം സംഭവിച്ചത് ഇവിടെ വെച്ചാണ്. ഈ കുഴിയിലേക്ക് ബൈക്കുമായി മറിഞ്ഞു വീണാണ് 27-കാരനായ ജെയ്സൺ ബെന്നി മരണപ്പെടുന്നത്. ഈ കുഴി അധികൃതരുടെ ഒരു അനാസ്ഥ മൂലം ഉണ്ടായതാണ് എന്ന് നമുക്ക് വ്യക്തമായി തന്നെയും കാണാൻ കഴിയും. PWD ഒരു കലുങ്ക് നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഈ കുഴി മാസങ്ങളായി ഇങ്ങനെ കിടക്കുകയാണ്. നിരന്തരം ഈ പ്രദേശത്ത് ഒരു വളവ് കൂടിയാണ്. ഈ വളവിലേക്ക് വാഹനങ്ങൾ വരികയും നിരന്തരം അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സ്ഥലമാണ്. ഏറ്റവും ഒടുവിൽ ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ തന്നെ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് ഈ അധികൃതരുടെ അനാസ്ഥ മാറി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി 10:45 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. അപകടത്തിന്റെ സമയത്ത് രക്ഷാപ്രവർത്തനത്തിനടക്കം നേതൃത്വം നൽകിയ സമീപത്തെ വ്യാപാരി കൃഷ്ണകുമാർ നമുക്കൊപ്പം ചേരുന്നു. ചേട്ടാ, എന്താണ് ഇന്നലെ രാത്രി സംഭവിച്ചത്? രാത്രി 10:40 സൗണ്ട് കേട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരാൾ കുഴി കിടപ്പുണ്ട്. പിന്നെ അടുത്തുള്ള രണ്ട് മൂന്ന് പേരും കൂടെ വന്നായിരുന്നു. മൂന്നാല് പേര് കൂടി അപ്പോൾ വേറെ ഒരു മണ്ണപ്പുറത്തുള്ള ഒരു കാർ ഇവിടെ കൊണ്ട് നിർത്തി. പുള്ളിയുടെ കാറിലാണ് ഞങ്ങൾ മൂന്നാല് പേര് കൂടി മുതൽക്കോട് ഹോസ്പിറ്റലിൽ എത്തിച്ച് 5 മിനിറ്റ് ആയില്ല. ഡോക്ടർ പറഞ്ഞു ആള് ജീവൻ പോയി, രക്ഷയില്ലാന്ന് പറഞ്ഞു. സാരമായി പരിക്കേറ്റിരുന്നു. മുഖത്ത് നന്നായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. ബ്ലഡ് ഉണ്ടായിരുന്നു മുഖത്ത്, തല ഇടിച്ചിട്ട്. ഇവിടെ നിരന്തരം അപകടം ഉണ്ടാകാറുള്ളതെന്ന് പറഞ്ഞു. അപകടം ഇത് നിരന്തരം അപകടമുണ്ട്. ഈ ഒരു വർഷത്തിലാണ് 5-6 അപകടം ഉണ്ടായി. ഈ കുഴി അടയ്ക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ലേ? എത്ര പ്രാവശ്യം ആവശ്യപ്പെട്ടു. ഞങ്ങൾ മാസ്റ്റർ പെറ്റീഷൻ എല്ലാം കൂടെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള. തീർച്ചയായും അതാണ് നാട്ടുകാരടക്കം പറയുന്നത്. ദാരുണമായ ഒരു സംഭവം. ഒരു 27-കാരൻ ചെറുപ്പക്കാരന്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് അധികൃതരുടെ അനാസ്ഥ എത്തിച്ചേർന്നു എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക. ഇന്നലെ രാത്രി 10:30 ഈ അപകടം നടന്നത്. ഈ കാണുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. മരണപ്പെട്ട ചെറുപ്പക്കാരന്റെ ചെരുപ്പടക്കം ഈ പ്രദേശത്ത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. വളരെ ദാരുണമായ ഒരു സംഭവം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് സീബ്ര ലൈനോട് കൂടി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അവിടെയാണ് ഈ നിലയിൽ അനാസ്ഥ, തീർത്തും അശ്രദ്ധയോടുകൂടി ഒരു കുഴി നിർമ്മിച്ചിരിക്കുന്നു. എന്നാൽ ആ നിർമ്മാണം പൂർത്തിയാക്കാൻ PWDയോ മറ്റ് സംവിധാനങ്ങളോ തയ്യാറായിട്ടില്ല എന്ന് പറയുന്നു. ഏതായാലും കടുത്ത പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉയരുന്നത്. എത്രയും വേഗം ഈ കുഴി മൂടി ഇവിടെ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനുള്ള സംവിധാനം ചെയ്യണം എന്ന ആവശ്യമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ജിബിൻ തോമസിനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1 ഇടുക്കി.